ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലേക്ക്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് വന്ന കേട്ടോ. കുറേ നേരം ഒരു ഓർഡറിലപ്പോൾ വേണ്ടിയിട്ട് എന്തായാലും ഒരു വിധത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇല്ല റൊട്ടിയല്ലേ, സമയം 11 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പ്രോപ്പർ ഒരു നമ്മൾ വെസ്റ്റ് ബംഗാൾ ഒരു താലിയാണ് ഓർഡർ ചെയ്തത് വിത്ത് ഫിഷ്. എന്തൊക്കെ തിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉരുളക്കിഴങ്ങ്, ഇത് സബ്ജി, ഇതെന്താ ഇത് ദാൽ കറി കേട്ടോ. ഇത് മറ്റേ കോവക്ക കെട്ടിട്ടുള്ള സാധനം തോന്നുന്നത്. ഇവിടുത്തെ മീനെ തോന്നുന്നുണ്ടോ? ഇത് മീനെ മനസ്സിലായില്ല, പക്ഷെ മീൻ ഒടുക്കുന്ന ടേസ്റ്റ് അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ബാക്കി കറിയും കാര്യങ്ങളും നമ്മള് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ഇനിയും 530 കിലോമീറ്ററോളം ഓടിക്കാണ്ട് കൊൽക്കത്തയ്ക്ക്. സമയം ഇപ്പോൾ 1 മണിയായി. പിന്നെ എന്താ പറയാ, ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച്. ഇങ്ങനെ ആക്സിഡന്റ് ഇങ്ങനെ കൊടുക്കുക. അവിടെ ലിസ്റ്റ് വെച്ച് കഴിഞ്ഞാലും വലിയ സീനൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് കുണ്ടും കുയ്യും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ബ്രേക്കും പിടിക്കണം നമ്മള്. ഇല്ല ചിലപ്പോ ഉറങ്ങിപ്പോകാൻ പറഞ്ഞ അവസ്ഥ. സത്യം പറയാലോ, ഇതുവരെ ബോറടിച്ച് ഡ്രൈവ് ചെയ്യായിരുന്നു. ഇപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പ് ഏതോ അകത്തേക്കുള്ള റോഡ് കൂടെയാണ് കൊണ്ടുപോകുന്നത്. ഇങ്ങോട്ടങ്ങോട്ട് കയറിയപ്പോൾ നമുക്ക് ഒന്ന് മൈൻഡ് മാറിട്ടോ. ഇപ്പോൾ ഫുൾ വൈബായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. റോഡ് വലിയൊരു സുഖമല്ല, എന്നാലും ഇങ്ങനെ കുഴപ്പമില്ല, പോവാം. കാര്യമായിട്ട് നെൽകൃഷി കേട്ടോ. പിന്നെ ഒരു ടൈപ്പ് മരുത, ഈ സാധനമല്ല, ആ കാണുന്ന സാധനം ഒരു സ്റ്റിക്കോ പോലുള്ളൊരു സാധനം കൃഷി ചെയ്യുന്നുണ്ട് അവർ. എന്നാണ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. നമുക്ക് ആരെങ്കിലും ചോദിച്ചൊന്ന് മനസ്സിലാക്കണം. ഇവിടെ ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് വീടുകളുടെ സൈഡിലും വീടുകളുടെ മുമ്പിലൊക്കെ ഫുള്ള് വെള്ളം കെട്ടി കേട്ടോ. ഇതുകൊണ്ടില്ല, ഇത് എന്താണെന്നുള്ളത് നോക്കി. ഇവരിത് മുറിച്ചിട്ട് ഇവരിത് വെള്ളത്തിലിട്ട് വെക്കും. വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ അത് ഉണക്കുകയാണ് ചെയ്യുന്നത്. എന്താ അങ്ങോട്ട് പ്രോപ്പറായി മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് നോക്കാം, ആരോടും ചോദിച്ചേക്കാം. കാര്യമായിട്ട് ഇവിടെ ബാറ്ററി വണ്ടിയാണ് കേട്ടോ. കടകളൊക്കെ അത്യാവശ്യം ഷട്ടറുള്ള കടകൾ തന്നെ കുറേ ഉണ്ട്. ഇടയ്ക്ക് മാത്രമേ ഈ ഷട്ടർ ഇല്ലാത്ത കടകളുള്ളൂ. നമ്മളേ സൽക്കര മുട്ടായി കണ്ടപ്പോ വാങ്ങാം കേട്ടോ. ഇതിന് അവിടെ നാട്ടിലെന്തായിരിക്കും പറയാ, ജാഗിരിയോ? ഇപ്പൊ ഫുള്ളാണ്ട് മാറിട്ടോ. കുറെ വെറൈറ്റി കൃഷികൾ കാണാൻ പറ്റുന്നുണ്ട്. ഈ സൈഡിലെന്താ മഞ്ഞളോ, മഞ്ഞള്, ഇതൊന്നും മനസ്സിലായിട്ട് ഇത് എന്താ സംഗതി കൂടി മനസ്സിലായില്ല. മല്ലിയാണോ? ഇതൊക്കെ ഈ വണ്ടി ഇവിടുത്തെ മെയിൻ വണ്ടിയാട്ടോ, ചരക്കുകളുണ്ടോന്നെ. നല്ല ഭംഗിയില്ലേ. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മുളകളും, അപ്പുറത്തെ സൈഡ് കൂടെ ഒരു കനാല് പോകുന്നുണ്ട്. പിന്നെ കുറെ പശുക്കളെ കാണാം, ചെറിയ ചെറിയ വീടുകൾ കാണാം, വൈക്കോലും കാര്യങ്ങളൊക്കെ കുന്നു കണക്കിന് ഇങ്ങനെ കെട്ടി കിടക്കുന്നത് കാണാം. അതൊക്കെ തന്നെ. ഞാൻ ആ ചേട്ടനോട് ചോദിച്ചിട്ടോ. അപ്പം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട് വേറൊരു സാധനം കൂടി പറഞ്ഞ്. അതെന്താ മനസ്സിലായില്ല. എന്തായാലും ഇത് ഇവര് ഫാക്ടറിക്കാണ് കൊടുത്തയക്കുന്നത് തന്നെ. തന്നെ വണ്ടിയിലല്ലോ. ഇവിടെ കുറെ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏരിയ ആണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പള്ളികളൊക്കെ കാണാൻ പറ്റും അല്ലേ. ഇവിടെ തന്നെ ഒരു പള്ളി. हम केरला से. अच्छा മലയാളം. ആ സൈഡാക്കാം.
മൂപ്പര് വടകര വർക്ക് ചെയ്യുന്ന. अब दोनों वडगार में काम कर रहे हैं क्या भाई? आप इधर केरला में नहीं गया? गया क्या? कोഴിക്കോട്. अच्छा, आप क्या काम कर रहे हो उधर? सिर्फ घूमने के लिए गया. अच्छा, ഇവര് പ്ലാസ്റ്ററിങ്ങും അതുപോലെ തന്നെ आप क्या काम? सेंटर का काम कर रहा है. എന്തായാലും നമ്മളെ കാല് വണ്ടി കണ്ടിട്ട് നിർത്തുക കേട്ടോ. ठीक है, शुक्रिया, धन्यवाद. हाँ, इधर का बहुत सारा पुराना है. हाँ, ये पुराना है. 30 साल पुराना. अच्छा है. 30 साल पुराना गाड़ी. पीछे इंजन है. इंजन क्या है? डीजल DI इंजन है. DI 500. हम लोग का था पहले. अच्छा, आज से 25 साल हो गया. 25 ईयर. 25. ये 30 साल का आसपास हो गया. ഇവിടുത്തെ 70% ആൾക്കാരും കേരളത്തിലാണെന്ന് പറഞ്ഞു വർക്ക് ചെയ്യുന്നത്. അവരുടെ ഗൾഫാട്ടോ നമ്മളെ നാട്. നമ്മള് നല്ല രീതിയിൽ അവരെ സ്വീകരിക്കുന്നതുകൊണ്ടും അവർക്ക് ജോലി കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ നമുക്ക് ഇവിടെ ബഹുമാനവും സ്വീകരണമൊക്കെ തരുന്നുണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളി. ആ, വേറെ തന്നെ വൈബിട്ടോ. സത്യം. കുടിക്കട കൊടുക്കും. ये मोहर्रम का वजह से दे रहे हैं क्या? थैंक यू. കുറേ ചെറിയ വീടുകളും അതിൻ്റെ മുമ്പിലായിട്ട് കുറേ വൈക്കോല് പൂട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മോശമില്ലാത്ത വീട് കേട്ടോ, തേച്ചിട്ടില്ലെങ്കിൽ പോലും. ഇവിടെ അതേസമയം റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. നോക്കിയ വീട് നല്ല ഭംഗിയുണ്ടല്ലേ. പണ്ടത്തെ ഗ്രാമീണ ഭംഗിനെ സൂചിപ്പിക്കുന്ന വീടുകളാണ് അങ്ങനത്തെ വീടുകളൊക്കെ. അതെ, ഇതൊക്കെ ഇവിടെ സാധാരണ ഉള്ള വീടുകളാട്ടോ. നമ്മളിപ്പോൾ കുറേ അങ്ങനത്തെ വീടുകൾ കാണുന്നുണ്ട്, പക്ഷെ അന്നും അധികം ഷൂട്ട് ചെയ്യുന്നില്ല. നമുക്ക് നല്ലോണം ഓടാനുള്ളതുകൊണ്ട്. പിന്നെ റോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പണി തരുന്നത് കൊണ്ടും നമ്മൾ വിചാരിച്ച സ്പീഡിൽ നമുക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ കുറേ കാലം സന്തോഷം കേട്ടോ, സന്തോഷം. മെയിൻ റോഡാണ്. ഇപ്പം ഇതിലൂടെ കുറേ നേരം പോകുമ്പോൾ ബോറടിക്കും. നമ്മൾ വീണ്ടും കുറേ നേരം ഹൈവേ എന്നൊക്കെ മാറിപ്പോയിട്ടോ. ഇപ്പം റായ്ഗഞ്ച് ഡിസ്ട്രിക്റ്റിൽ കയറിയിട്ടുണ്ട്. ഇപ്പം വീണ്ടും നമ്മൾ ഹൈവേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓ, എന്താ ചൂടറിയോ ശരിക്കും. കുഞ്ഞെ പോകാൻ കണ്ടാൽ മനസ്സിലാവുന്നില്ലേ, ടയേർഡാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും ഗ്രാമത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇന്ത്യയിൽ കണ്ടമാനം മാവുണ്ട് കേട്ടോ, അല്ലേ? എല്ലാ സംസ്ഥാനത്തും അത്യാവശ്യം നല്ല മാവുണ്ട്, ശരിയല്ലേ? ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉറക്കം വരും കേട്ടോ, ഓടിച്ച് നല്ല ചൂടായിരുന്നത്. എന്നാലും ബീഹാറിൽ കിട്ടിയ ആ ചൂട് കിട്ടിയില്ല, അത്ര കിട്ടിയില്ല. ഓക്കെ, നമ്മളൊരു സ്ഥലത്ത് നിർത്തിയിട്ടോ വണ്ടി, ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഒരു വൈബ് സ്ഥലം, പഴയ വീടുകളൊക്കെ ആയിട്ട്. നോക്കി ഈ വീടൊക്കെ നമ്മുടെ നാട്ടിലത്തെ പണ്ടത്തെ ചായക്കട ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ചായക്കട. അവിടെ കയറിയത് അവിടെ CPM-ൻ്റെയും BJP-ൻ്റെ ഒക്കെ കൊടി കാണാൻ പറ്റും നമുക്ക്. കൊള്ളാട്ടോ ആ വീടൊക്കെ നോക്കി. നോക്കി നിങ്ങളെ എമ്മാതിരി റോഡാണെന്നുള്ളത്. ചെറിയ റോഡ്, അതിലിവർ ഫോണിൽ കൊണ്ടിട്ട് പോകുന്നത്. അതിലൊക്കെ കയറ്റാവുന്നതിൻ്റെ അപ്പുറം വെയിറ്റ് കയറ്റുന്നുണ്ടല്ലേ. പിന്നെ പ്ലെയിൻ റോഡായിട്ട് ഒന്നിച്ചാണെങ്കിലും അവിടെ എത്തിക്കുക എന്നുള്ളതായിരിക്കും സത്യം. ചക്കടാ ചക്ക. ഇപ്പം മാൾഡ ഡിസ്ട്രിക്റ്റിലേക്ക് കയറിട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ സീൻ എന്ന് വെച്ചാൽ ബാക്കിയുള്ള സംസ്ഥാനത്ത് നമ്മൾ പശുക്കളാണ് കൂടുതൽ റോഡിൽ കാണാം. ഇവിടെ ഏറ്റവും കൂടുതൽ കാണുക ആടാണ്. ഞാൻ കാണിച്ചു തരാണെങ്കിൽ
ചിലപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് പോയാൽ തന്നെ ചിലപ്പോൾ നമുക്ക് മെല്ലെ പോയാൽ തന്നെ കാണാൻ പറ്റും. അതാ ഒരു റോഡ് ആട് ക്രോസ് ചെയ്യുന്നേ കണ്ടോ, ആട് ക്രോസ് ചെയ്യുന്നുണ്ടോ? എല്ലായിടത്തും ആടാണ് കാര്യമായിട്ട്. വൺ ട്രാഫിക് കേട്ടോ, എന്താന്ന് മനസ്സിലായില്ല. ഫുൾ ജാമാണെന്ന് പറഞ്ഞു മുമ്പില്, പെട്ടെന്നാണ് ജാമായി. ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് ആട്ടോ. നോക്കി നിങ്ങൾ, ആ എൻഡ് വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് അവസ്ഥ. ദർഫലേ നമ്മൾ കുറച്ച് ടൈം എടുക്കടാ പോവാന്. കളിക്കാറ ബാക്കിൽ തന്നെയാണ്, വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ. ഫ്രണ്ട് ഇറക്കണ്ട, അങ്ങോട്ട് കയറ്റി ചെയ്യാം. യെസ്. നമ്മളെ കൈക്കൽ ചങ്കുള്ളതുകൊണ്ട് നമ്മൾ ഈ ഡിവൈഡർ ഉണ്ടല്ലോ, ആ ഡിവൈഡറിനങ്ങോട്ട് കയറ്റി അങ്ങോട്ട് കൊടുന്ന അടിയൊക്കെ അല്ലേ, അത്രേ ഉള്ളൂ. ഇവൻ ഉണ്ടാവുമ്പോഴുള്ള ബെനിഫിറ്റ് അതൊരു കാറാവുമ്പോൾ ചിന്തിച്ചൊക്കെ ഒരിക്കലും നടക്കുന്ന കാര്യമാണോ? അല്ല. ഇത് എത്ര വിചാരിച്ചിട്ട് ട്രാഫിക്, ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാ. ഇവിടെ വേറെ സീൻ കൂടി ഉണ്ട്. ഇവിടെ മോറ ആയതുകൊണ്ടാട്ടോ ഈ ഇത്രയും ട്രാഫിക് വരുന്നത്. ഇവനും കൊണ്ട് എന്തെങ്കിലും അഡ്വഞ്ചർ ചെയ്യുമ്പോൾ വേറെ തന്നെ വൈബാട്ടോ. യെസ്, അതാണ് അവസ്ഥ. കൂളായിട്ടാണ് കയറി പോന്നെ. നോക്കി നിങ്ങൾ, എത്ര നേരം ഇവര് ട്രാഫിക്കിൽ നിൽക്കണം, അത്രയും വണ്ടിയാട്ടോ അവിടെ. ഇതൊക്കെ കഴിച്ചിലായിട്ട് നമ്മൾ എങ്ങനെ പോകാനെന്ന്. കിലോമീറ്റർ കണക്കിന് ട്രക്കാട്ടോ, കിലോമീറ്റർ കണക്കിന്. എമ്മാതിരി ട്രാഫിക്കാ, ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്. നമ്മൾ ജസ്റ്റിന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. അവിടുന്ന് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ കുടുങ്ങിപ്പോയി നമ്മള്, സത്യം പറയാലോ.